Amen.
മനുഷ്യജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ തന്നെ മണവാളത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മിശിഹായുടെ സഭയിലെന്നപോലെ നിങ്ങൾ യോനിൽ സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള ദൈവമേ, നിങ്ങളെല്ലാം സ്വീകരിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടി ഇരുന്ന് ആളുകളുടെ നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മനോഹരമായ സ്വയം ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രാഹാം യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ ഭർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകും. മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രാഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കുകയും ചെയ്യുമാറാകട്ടെ. ആകാശത്തു നിന്ന് വരുവനും ഭൂമിയിൽ ഉത്പാദിപ്പിക്കുന്ന സർവഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. വഹിക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മൊത്തം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാവനിയോടുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കടലിനെ പോലെ നിങ്ങളും സ്വർഗരാജ്യാവകാശികളായി ഭവിക്കട്ടെ. അവിടെ മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധനും സ്തുതി അറിയിക്കാം. അവസാനത്തെ ശുശ്രൂഷ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം അവസാനിക്കുകയാണ്. അതിനുശേഷം ധൂപപ്രാർത്ഥന നടത്തപ്പെടും. ധൂപപ്രാർത്ഥന പ്രധാനപ്പെട്ട അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടത്തേണ്ടതാണ്. ഏറെ നാളായി ഇവിടെ വരുവാനും നമ്മളെല്ലാവരെയും കാണുവാനും ആഗ്രഹിച്ചു. ദൈവം എന്നത് സാധിച്ചു തന്നു. ഇനിയും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ വന്നപ്പോൾ റോഡ് മുതൽ കാത്തുനിന്ന തിരികെത്തിച്ച് കാത്തുനിന്ന ദൈവമക്കളെല്ലാവരെയും ഞാൻ അവിടെ സ്മരിക്കുന്നു. ഇപ്പോൾ ഈ ഇടവകയിൽ ഒരു മരാമത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൈക്കാരന്മാരും കമ്മിറ്റിക്കാരും പ്രത്യേകിച്ച് 3 വർഷമായി
ഇടവകയെ സേവിക്കുന്ന ഭഗവാനുണ്ടായ ദിവസത്തിനും കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ദൈവം അവർക്ക് ഇതെല്ലാം കൊടുക്കട്ടെ എന്ന് വളരെ വിനയത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എല്ലാവരും സഹകരിച്ചുകൊള്ളണമെന്ന് ഓർമ്മപ്പെടുന്നു. കൈപിടിപ്പിച്ച് പിന്നെ ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഈ സന്ദർഭത്തിൽ ശ്വാസികളെ പ്രബോധിപ്പിക്കുക. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന യുവാർ സത്യത്തിൽ നീതിയിലെ സൽപ്രവൃത്തികളിലെ താല്പര്യം നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കുകയും ചെയ്യണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് മനുഷ്യപിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും പൂർവീകന്മാരായ മനുഷ്യപിതാക്കന്മാർ നമുക്ക് ഫലമേൽപ്പിച്ചു തന്നിട്ടുള്ളതുമാകും. വാത്സല്യ മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ തിരുസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമനുഷ്യയുടെയും വിശുദ്ധ ശ്രീബായുടെയും വെളിപ്പുള്ളേവന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുൻപാകെയാണ് നിൽക്കുന്നതെന്ന് നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ മുൻപിലാകുന്നു, അറിയാത്തവന്റെ മുൻപാകെ അല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ, ഈ സമയം മുതൽ നാം നിങ്ങളെ പരസ്പരം ഭരണേൽപ്പിക്കുന്നു. ദൈവം നമുക്ക് നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കും. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്തേക്കാവുന്ന എല്ലാ കാര്യങ്ങളിലും നാം നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലെയും മണവാളയിലും മണവാട്ടിയിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും അന്ന് സമൃദ്ധിയായി ആവശ്യിക്കുമാറാകട്ടെ. അനുഗ്രഹീനിയായ മാതാവും ദൈവജന്യമായ പരിശുദ്ധമറിയാമമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ തിരുവിഷ്ടം ആചരിച്ചിട്ടുള്ള സർവാവശ്യത്തിനാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവിന്റെ അനുഗ്രഹം വലതു തീർക്കലും എന്നാളും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർത്തിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് ഉണ്ടായിരുന്നാലും ഭാര്യയ്ക്ക് ധരിക്കാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിന്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നുമെന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. God.